വലക്കാവ് മേഖലയിലെ പാറമടകളുടെ പട്ടയം റദ്ദാക്കുന്നതിനായി ഇന്നാണ് ജില്ലാ കളക്ടർ തെളിവെടുപ്പ് നടത്തുന്നത്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ പുതുതായി ചുമതലയേറ്റ തഹസിൽദാർ വലക്കാവിലെ ക്രഷർ യൂണിറ്റിലെത്തിയത്. പാറമട ഉടമകളിൽ നിന്നും കൈക്കൂലി വാങ്ങാനാണ് എത്തിയെന്നാരോപിച്ച് നാട്ടുകാർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘത്തെ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് എത്തി തഹസിൽദാരെ തടഞ്ഞുവെച്ചത് ചോദ്യം ചെയ്തത് നാട്ടുകാരുമായി വാക്കേറ്റത്തിന് ഇടയാക്കി. ഞങ്ങൾക്ക് ഇനി എന്തോരം പരാതികൾ തരാൻ പറ്റും? ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ മാറ്റി താമസം പറയാറുണ്ട്. അല്ല, ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ ഞങ്ങൾ അറിയിക്കേണ്ട കാര്യമുണ്ട് സർ. ഞങ്ങളാണ് പരാതിക്കാർ. തെളിവെടുപ്പിന്റെ ഭാഗമായാണ് പാറമടകളിൽ എത്തിയതെന്നാണ് തഹസിൽദാരുടെ വിശദീകരണം. തുടർന്ന് പോലീസ് ഇടപെട്ട് റവന്യൂ സംഘത്തെ പോകാൻ അനുവദിക്കുകയായിരുന്നു. പാറമടകൾക്ക് അനുകൂലമായാണ് പല റിപ്പോർട്ടുകളും നേരത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത്. തഹസിൽദാരുടെ വാഹനം പരിശോധിക്കണമെന്ന വിജിലൻസ് സംഘത്തെ അറിയിച്ചുവെങ്കിലും നാട്ടുകാരെ അവഗണിച്ചു. ഞാൻ ഈ സ്ഥലം കാണാൻ വന്നതാണ് ഈ സാർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീടുകൾ കാണാൻ, അപ്പം നിങ്ങളുടെ വീടുകൾ കാണേണ്ട ആവശ്യം എനിക്കില്ല എന്നായി സാർ ഞങ്ങളോട് രൂക്ഷമായിട്ട് പറഞ്ഞു. എനിക്ക് ഈ പാറയും കൃഷറും മാത്രമേ കാണേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് കൃഷർ മുതലാളിമാരെയും പാറ മുതലാളിമാരെയും കാണാനാണ് വന്നേ, നിങ്ങളുടെ വീട് കാണാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവിടെയുള്ള വീട്ടമ്മമാരെല്ലാവരും കൂടി ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്യാനുണ്ടായത്. അപ്പം ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസിനെ അറിയിക്കും, ഞങ്ങളുടെ മറ്റുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്തു. ആ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് വന്നാൽ വണ്ടി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അതിൽ പൈസ ഉണ്ടെന്നുള്ള ബലമായ സംശയം ഞങ്ങൾക്കുണ്ട്. വലക്കാവ് വട്ടപ്പാറ മേഖലയിലെ 6 പാറമടകൾക്കും 3 ക്രഷർ യൂണിറ്റുകൾക്കുമെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. സുർജിത്ത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.